അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കായിക ബന്ധം എപ്പോഴും വൈകാരികമായ ഒന്നാണ്. മൈതാനത്തിനകത്തെ പോരാട്ടങ്ങൾക്കപ്പുറം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഒട്ടനവധി ഘടകങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങളെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് ടൂർണമെന്റായ ദ 100 വേദിയാകുന്നത് സമാനതകളില്ലാത്ത ഒരു വലിയ വിവാദത്തിനാണ്. IPL ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഉടമകളായ സൺ ഗ്രൂപ്പിന്റെ കീഴിലുള്ള സൺറൈസേഴ്സ് ലീഡ്സ് പാകിസ്ഥാൻ സ്പിന്നറായ അബ്രാർ അഹമ്മദിനെ ടീമിലെടുത്തതാണ് നിലവിലെ തർക്കങ്ങൾക്ക് ആധാരം. ഈ നീക്കം കേവലം ഒരു കളിക്കാരന്റെ തിരഞ്ഞെടുപ്പ് എന്നതിലുപരി വലിയൊരു നയതന്ത്ര ചർച്ചയായും ആരാധകരുടെ പ്രതിഷേധമായും മാറിയിരിക്കുകയാണ്. 2026 ദി 100 ലേലത്തിൽ സൺറൈസേഴ്സ് ലീഡ്സ് അബ്രാർ അഹമ്മദിനെ സ്വന്തമാക്കിയത് 2.12 കോടി രൂപ എന്ന വലിയ തുകയ്ക്കാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ മിസ്റ്ററി സ്പിന്നർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബ്രാർ അഹമ്മദിനെ സ്വന്തമാക്കാൻ ട്രെൻഡ് റോക്കറ്റ്സ് അടക്കമുള്ള മറ്റു ടീമുകളും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ കടുത്ത ലേലത്തിനൊടുവിൽ സൺറൈസേഴ്സ് വിജയിക്കുകയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ ക്രിക്കറ്റ് ലോകത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു വശത്ത് പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ടീമുകളിൽ കളിക്കുന്നതിലെ മഞ്ഞുരുകലായി ഇതിനെ ചിലർ കണ്ടപ്പോൾ ഭൂരിഭാഗം ഇന്ത്യൻ ആരാധകരും ഇതിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഈ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മുൻ IPL ചെയർമാൻ ലളിത് മോദിയുടെ പ്രതികരണങ്ങളാണ്. സൺറൈസേഴ്സ് ഉടമ കാവ്യമാരനെ ലക്ഷ്യമിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കോൾമി എന്ന വാക്കുകൾ വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറന്നത്. ലളിത് മോദിയെ പോലെ ക്രിക്കറ്റ് ഭരണരംഗത്ത് വലിയ സ്വാധീനമുള്ള ഒരാൾ ഇത്തരമൊരു സന്ദേശം പരസ്യമായി പങ്കുവച്ചത് സൺറൈസേഴ്സ് മാനേജ്മെന്റിനുള്ള മുന്നറിയിപ്പാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. IPLന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മോദിക്ക് ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ പാക് താരങ്ങളുമായി കരാറിലേർപ്പെടുന്നത് ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകാം. ഈ സന്ദേശം കേവലം ഒരു സൗഹൃദ സംഭാഷണത്തിനുള്ള ക്ഷണമല്ലെന്നും മറിച്ച് വലിയൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണെന്നും ആരാധകർ വിശ്വസിക്കുന്നു. IPLന്റെ ചരിത്രമെടുത്താൽ 2008 ആദ്യ സീസണിൽ മാത്രമാണ് പാകിസ്ഥാൻ താരങ്ങൾ കളിച്ചത്. അതിനുശേഷമുണ്ടായ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും IPLൽ നിന്ന് പാക് താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി BCCIയും ഇന്ത്യൻ ഫ്രാഞ്ചൈസികളും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ലീഗായ SA20, UAEയിലെ ILT20 തുടങ്ങിയ വിദേശ ലീഗുകളിലും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ടീമുകൾ പാക് താരങ്ങളെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ സൺറൈസേഴ്സ് ലീഡ്സ് ഈ അലിഖിത നിയമം ലംഘിച്ചു എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. അബ്രാർ അഹമ്മദിനെതിരെയുള്ള പ്രതിഷേധത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ പേര് പ്രചരിക്കുന്ന പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ആരാധകരെ പ്രകോപിപ്പിച്ചത്. ഇന്ത്യയോടുള്ള വിദ്വേഷം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ ഈ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. ഒരു ഇന്ത്യൻ കമ്പനി പണം നൽകി ഇത്തരം നിലപാടുള്ള കളിക്കാരെ വളർത്തുന്നത് ശരിയല്ലെന്ന വാദമാണ് X പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഉയരുന്നത്. പ്രതിഷേധം കടുത്തതോടെ സൺറൈസേഴ്സ് ലീഡ്സിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമായത് ഈ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് കരുതപ്പെടുന്നു. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മാനേജ്മെന്റ് കണ്ട വഴി അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കുക എന്നതായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമിനെ ഇന്ത്യയിൽ വലിയൊരു ബ്രാൻഡാക്കി മാറ്റിയതിൽ കാവ്യമാരന്റെ പങ്ക് വലുതാണ്. ആരാധകർക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യതയുമുണ്ട്. എന്നാൽ പുതിയ വിവാദം സൺ ഗ്രൂപ്പിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുകയാണ്. ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ മികവുള്ള കളിക്കാരെ ടീമിൽ എത്തിക്കുക എന്നത് അവരുടെ അവകാശമാണെങ്കിലും ഇന്ത്യയിലെ ക്രിക്കറ്റ് വികാരം അതിലുപരിയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാകാം. ലളിത് മോദിയുടെ ഇടപെടൽ കൂടി ഉണ്ടായതോടെ BCCIയുടെ ഭാഗത്തു നിന്ന് ഇതിൽ എന്തെങ്കിലും അനൌദ്യോഗികരമായ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ പുറത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കളിക്കാരെയും ഫ്രാഞ്ചൈസികളെയും ബാധിക്കുന്നത് ഇതാദ്യമായല്ല. എങ്കിലും ഒരു ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള വിദേശ ടീം പാക് താരത്തെ ഉൾപ്പെടുത്തിയത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണോ അതോ വലിയൊരു തെറ്റായ തീരുമാനമാണോ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പ്രേമികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ഇതിനെ ദേശവിരുദ്ധമെന്ന രീതിയിലാണ് കാണുന്നത്. സൺറൈസേഴ്സ് ലീഡ്സ് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അബ്രാറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ലളിത് മോദിയുമായുള്ള സംഭാഷണം ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചേക്കാം. ഒരുപക്ഷെ കരാർ തുക നൽകി താരത്തെ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ പരിക്കിന്റെ പേരിൽ ഒഴിവാക്കാനോ ഉള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ വിവാദം വരാനിരിക്കുന്ന ദ 100 സീസണിന്റെ ആവശ്യത്തേക്കാൾ ഉപരിയായി വലിയൊരു ചർച്ചാ വിഷയമായി നിലനിൽക്കും. സ്പോർട്സ് മാനേജ്മെന്റും ദേശീയ വികാരങ്ങളും തമ്മിലുള്ള ബാലൻസ് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു വശത്ത് കളിയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ലോകത്തെ മികച്ച കളിക്കാരെ ആവശ്യമാണ്. മറുവശത്ത് ആ കളിക്കാരെ സ്വാധീനിക്കുന്ന ജനതയുടെ വികാരങ്ങൾ മാനിക്കേണ്ട കടമയും ടീം ഉടമകൾക്കുണ്ട്. സൺറൈസേഴ്സ് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.